അത് നോക്കിയേ. ഒരു സൈഡില് ആ നടന്ന ഇൻസിഡന്റ്, അതിന്റെ അന്വേഷണം, അത് കോടതിയിൽ എത്തുമ്പോൾ എങ്ങനെയെന്നൊക്കെ പോകുമ്പോൾ ഒരു ക്യാരക്ടർ മാത്രം ഉണ്ട് മുഴച്ചു നിൽക്കണം. എന്താ ഉറക്കം വരുന്നു. ഗുണ്ടകളല്ല, ഈ ഗുണ്ടേനെ കൊണ്ട് ചിരിച്ച് ചിരിച്ച് നമ്മൾ പറയുന്നത് നമ്മളെ സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷിനെ കുറിച്ചാണ്. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ക്രിക്കറ്റിലും ഫുട്ബോളിലൊക്കെ വീക്ക് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇന്ന് അവരുടെ ടീമിൽ എടുത്തേ പറ്റൂ. കാരണം മാനേജ്മെന്റിന്റെ ആരെങ്കിലും ആവുമല്ലോ, ടീമിന്റെ ഓണറെ കുട്ടിയോ അല്ലെങ്കിൽ മാനേജറെ മകനൊക്കെ ആവും. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഒരു സീൻ ഉണ്ട് ഇതിനകത്ത്, മാധവന്റെ ഡയലോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്, ഈ അശരീരി പോലെ. ഇത് ഇന്റർവ്യൂവിലും മറ്റേ ഒക്കെ പറയുന്ന പോലത്തെ എന്തിനോട്ടോ കൊന്നിട്ട് ഈ പരിപാടി വെച്ചിട്ടുള്ള ഡയലോഗ് ഡെലിവറി, മസിൽ പിടുത്തവും ചാട്ടവും എന്താ പുള്ളി കാണിക്കുന്നത്? ഇതുപോലത്തെ ഒരു കോമഡി പീസ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. മാത്രല്ല ഇയാളെ നേരെ ക്യാമറ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഇങ്ങനെ നിൽക്കുന്ന ആൾ ഇയാളെ നേരെ ക്യാമറ വരുമ്പോൾ കണ്ണൊന്നും വലുതാവും, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പുരുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതെ മത്തായിച്ചിന് അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. എല്ലാ ക്യാരക്ടേഴ്സും ഒന്നിനൊന്നിനെന്ത് നമുക്കൊരു ക്യൂരിയോസിറ്റി, ടെൻഷനൊക്കെ തന്ന് മുന്നോട്ട് പോവാണ്. ആ സാഹചര്യത്തിലും എന്റെ മോനെ ഈ ചെങ്ങാതി ഒരുമാതിരി, ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിയിൽ പാറ്റ വെട്ട പോലെ ഇയാൾ അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. മത്തായിച്ചിനെ ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ. ചാനലുകാരോടുള്ള സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സംഭവമായി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് ഇയാൾ ആകെ കോമഡി ആക്കണം. ഓ അത് ശരി, ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? വളരെ നല്ല സീനിൽ സുരേഷ് ഗോപി പറയുന്നുണ്ട്, ഇനി എന്റെ പെങ്ങള് നിങ്ങൾക്ക് വേണ്ടി വാദിക്കും എന്ന് പറയുന്ന സമയത്ത് ഇയാൾ എന്നിട്ട് അപ്പൊ ഇനി നമുക്ക് കോടതിയിൽ പോകാനോ ഒരു കാട്ടലുണ്ട്. ഞാനത് കണ്ട് കൊറേ ചിരിച്ചു. തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ ഇരുന്ന് ചിരിയോട് ചിരി കാണിക്കുന്ന സീൻ. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.